വെളുപ്പിനെ 3:30 മണിക്ക് കടലിൽ പോകാൻ ഇവിടെ റെഡി ആയിട്ട് നിൽക്കേണ്ട. കാറ്റാണെന്നുണ്ടെങ്കിൽ 48-50 കിലോമീറ്റർ സ്പീഡൊക്കെ കാണിക്കുന്നുണ്ട് കടലിൽ. ഇന്നലെ മിനിയൊന്നും ബോട്ട് വിട്ടില്ല കാറ്റായതിൻ്റെ പേരിൽ. അപ്പം ഇന്നെന്തായാലും പോകണം. കാരണം ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ച പോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ബോട്ട് കിടക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അറ്റത്താണ്. അതിൽ കൂടി ഇങ്ങനെ പയ്യെ പയ്യെ ഓരോ ബോട്ടുകളുടെ ഇടയിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട. മുന്നിലെ ബോട്ട് നീങ്ങാതെ വരുമ്പോഴേക്കും നമ്മൾ അപ്പം തന്നെ അപ്പുറത്തെ ബോട്ടിലേക്ക് റോപ്പ് ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് കെട്ടി നിർത്തും. ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ പോയി കല്ലുമ്മ കയറും. ഈ ബോട്ട് കെട്ടി നിർത്താണ്ട് കാറ്റ് പിടിച്ച് നേരെ പോയി കല്ലുമ്മ കയറിയാണെങ്കിൽ കാണണം. അങ്ങനെ വേറെ ബോട്ട് റോപ്പ് ഇട്ട് കൊടുത്ത് കെട്ടി വലിച്ച് മാറ്റിയതിന് ശേഷമാണ് പുള്ളിക്കാരൻ കൊള്ളിച്ചല്ല. എന്നുണ്ടെങ്കിൽ കല്ലുമ്മയൊക്കെ പങ്കുകൊണ്ട് ബെൻഡായി പോട്ടെ. ഇത്രയും ചെറിയ ഗ്യാപ്പിലൂടെയാണ് 90-98 അടി നീളമുള്ള ബോട്ടായിട്ട് ഇവർ പോണേട്ടാ. അതും കാറ്റുള്ള സമയത്ത്. അങ്ങനെ പുറത്തേക്ക് കിടന്ന് നേരെ അഴി കടക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ബോട്ടിൻ്റെ RPM അതുപോലെ ടെമ്പറേച്ചറൊക്കെ എനിക്ക് കാണുന്നത് ഏകദേശം 37-38 നോട്ടിക്കലോളം നമുക്ക് ഇവിടെ നിന്ന് ഓടാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്രാങ്കൂടെ ഡെസ്റ്റിനേഷനൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. അതേസമയം നമ്മുടെ ചേട്ടന്മാരിവിടെ ബോർഡും കാര്യങ്ങളും റോപ്പെല്ലാം വലിച്ച് വലയെല്ലാം സെറ്റ് ചെയ്ത് വെക്കേണ്ട. കാരണം നമ്മളിപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കിടന്നുറങ്ങും. പിന്നെ സ്രാങ്ക് സ്ഥലമെത്തി കഴിയുമ്പോൾ എണീപ്പിക്കുമ്പോൾ മാത്രം നമ്മൾ എണീറ്റാൽ മതി. നേരെ പോയിട്ട് വന്നിട്ട് വലയിടാം. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 8:30 മണിയായപ്പോഴേക്കും നമ്മൾ സ്ഥലത്തെത്തിയിട്ടാ. കാറ്റാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയിലട്ടാ. ആപ്പിൽ കാണിച്ച പോലെ തന്നെയാണ്. നല്ല കാറ്റായിരുന്നു. ഇപ്പം നമ്മൾ അധികം അറിയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരടൊപ്പമാണ് നമ്മിങ്ങനെ പോകുന്നത്. ബോട്ട് ഇങ്ങനെ ഡ്രിഫ്റ്റായി ഇങ്ങനെ കറങ്ങിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വല വലിക്കാൻ നേരത്ത് നമ്മൾ ഓപ്പോസിറ്റിട്ടായിരിക്കുള്ളൂ വലിക്കണം തിരടതെ. ആ ബോട്ട് കാണിക്കണ നോക്കി മുങ്ങി പൊന്തി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കേണ്ട. നല്ല കടലുണ്ട്. അതുമാത്രമല്ല നല്ല തണുത്ത കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം രാവിലെ അതിൻ്റെ പേരിൽ അത്രക്ക് വലിയ രീതിയിൽ കാറ്റ് അങ്ങോട്ട് രൂക്ഷമായിട്ടില്ല. ഉച്ചയാകുമ്പോഴേക്കും നല്ല രീതിയിൽ കാറ്റ് വരോട്ടെ. അവിടെ ഓരോ ബോട്ടുകൾ ഇങ്ങനെ വന്നു നോക്കി കുഴിപ്പൻ തിരകളുണ്ട്. അതായത് നമ്മൊരു തിര വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ബോട്ട് കുഴിയിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോണ പോലെ ഉണ്ട്. അത് ചില സമയങ്ങളിൽ ഇങ്ങനെ കുഴിപ്പൻ തിരകൾ വരും. അത് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ വീഡിയോനകത്ത് ഉണ്ട്. ഏകദേശം 98-100 അടിയൊക്കെ നീളമുള്ള ബോട്ടാണ്ടാ പോണത്. നോക്കി കറക്റ്റ് 8:45 ഞങ്ങൾ ആദ്യത്തെ വല തട്ടിയിട്ടാ. മുന്നത്തെ വീഡിയോ നമ്മൾ ഈ ബോട്ടിൽ പോയത് നല്ല കിടൽ പാരിന്റെ മുകളിൽ വലയിട്ടിട്ട് വലിയക്കാട്ട മീനുകളൊക്കെയാണ് പിടിച്ചത്. പക്ഷെ ഈ പ്രാവശ്യം പാരിന്റെ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഇവിടെ 60 കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ അവിടെ 100 കിലോമീറ്റർ സ്പീഡിലായിരിക്കുള്ളൂ കാറ്റ് വീശുന്നത്. കാരണം അവിടെ എപ്പോഴും കാറ്റായിരിക്കുള്ളൂ എന്നാണ് സ്രാങ്ക് പറഞ്ഞിട്ട്. അപ്പം അങ്ങോട്ട് പോകാൻ പറ്റാത്തതിൻ്റെ പേരിൽ നമ്മളിന്ന് സ്ക്വിഡ് ഫിഷിങ്ങിനാണ്ട വന്നേക്കണത്. അതായത് നമ്മുടെ കൂന്തലിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇവർ കണവാന്നാണ്ട പറയണത്. അപ്പോൾ ഈ കൂന്തലിൻ്റെ വലയാണ്, അതിന് പറ്റിയിട്ടുള്ള ഒരു വലയാണ് നമ്മൾ ഇട്ടേക്കണത്. അതിനകത്ത് അധികം മീനുകൾ കയറില്ല. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂന്തലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ വല ഏകദേശം ഒരു 2.5 മണിക്കൂറോളം വലിക്കും. നമ്മൾ 5 മണിക്ക് ഇറങ്ങിയ നമ്മൾ ഈ വലയിടുന്ന സ്ഥലത്തേക്ക് ഓടിയെത്താനായിട്ട് 3 മണിക്കൂറോളം 3.5 മണിക്കൂറോളം എടുത്തിട്ട് 8:30 ആയപ്പോഴാണ് നമ്മൾ ഇവിടെ എത്തിയത്. അപ്പോൾ ഏകദേശം ഒരു 2 വലയൊക്കെ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. കാരണം അതിന് ഉള്ളിൽ നമുക്ക് ഓടി അവിടെ കയറുകയും വേണം. അപ്പോൾ ചരക്ക് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് എന്താ പറയുക ലാഭമുള്ളൂ. അല്ലെങ്കിൽ വന്ന ഡീസൽ പൈസയും എല്ലാം പോട്ടെ. എല്ലാം ഒരു പ്രതീക്ഷയാണ്. ഇപ്പം ചരക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമായി പോകും. 1 ലക്ഷം രൂപയൊക്കെയാണ് ഒരു ദിവസത്തെ ചിലവ് തന്നെ. ഡീസലും 1000 ലിറ്റർ ഡീസൽ, പിന്നെ 19 പണിക്കാരുടെ ബാറ്റ 1000 രൂപ വെച്ച്, പിന്നെ അതുപോലെ തന്നെ ഐസ് റേഷൻ, അങ്ങനെ പല കാര്യങ്ങളും കേട്ടോ. അപ്പം കാറ്റ് പയ്യെ പയ്യെ രൂക്ഷമായി തുടങ്ങിയിട്ടുണ്ട്. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഈ ബോട്ടിൻ്റെ ബാക്കിൽ ഫുള്ള് റോപ്പ് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് പിടിക്കാണ്ട് ഇതിൽ നിൽക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇവിടെ താഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 60-70 ഭാഗം വെള്ളമുണ്ട്. ഇവിടുത്തെ കടലിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ കുറച്ച് ഓടിക്കഴിയുമ്പോഴേക്കും ആഴക്കടലെത്തോട്ട് 60-70 ഭാഗമൊക്കെ ഉണ്ടാവും. നമ്മുടെ അവിടെ ആണെന്നുണ്ടെങ്കിൽ പരപ്പൻ കടലാണ്. അപ്പോൾ ഇവിടെ പാരും അതുപോലെ കുഴികളൊക്കെ ആയിരിക്കും കൂടുതലും. അങ്ങ് ദൂരെ ഒരു കപ്പൽ ഓടിപ്പോണുണ്ട്. പിന്നെ ഈ ബോട്ടിൻ്റെ വീൽ ഹൗസ് വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുന്നിലായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇരിക്കാനോ കിടക്കാനോ ഒന്നും പറ്റില്ല. നല്ല രീതിയിൽ ഒരു തിര വന്നടിക്കുമ്പോൾ എടുത്തിട്ട് കുത്തണത് നല്ല രീതിയിൽ നമുക്ക് വീൽ ഹൗസിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ കിട്ടോട്ടെ. അപ്പോൾ വീൽ ഹൗസിൻ്റെ ബാക്കിലിരിക്കാനും പറ്റില്ല. കാരണം ഈ വന്ന് കുത്തണയിൽ വെള്ളം വന്ന് തെറിച്ച് നമ്മുടെ മേത്തേക്കായിരിക്കുള്ളൂ വീണ്. രാവിലെ കഴിക്കാൻ മീൻകറിയും ചോറ് വേണമെന്ന് വെച്ചപ്പോൾ അല്ലാന്ന് പറഞ്ഞ് ഇന്ന് കഴിക്കണത് നമ്മൾ സേമിയോ ഉണ്ട്. സേമിയവും പഞ്ചസാരയാണ്. ഈ റോളിംഗ് ടൈമിലൊക്കെ പഞ്ചസാരയും കൂട്ടി തിന്നു കഴിഞ്ഞാൽ എന്താവുമെന്നറിയില്ല. ഛർദ്ദിക്കോ ഇല്ലെന്നൊന്നും അറിയില്ല കേട്ടോ. ബോട്ട് അധികം റോളിങ് കൊള്ളാത്ത രീതിയിൽ പയ്യെ ഇങ്ങനെ ആട്ടി സ്രാങ്ക് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിച്ചോണ്ടിരിക്കണേണ്ടി കാണുന്നത്. നമുക്കരയിൽ നിൽക്കണ പോലെ അല്ല കേട്ടോ. കാരണം ടയേർഡായി കഴിഞ്ഞാൽ നമുക്കൊന്ന് കിടന്നുറങ്ങാൻ പറ്റില്ലേ. ഇത് കിടക്കാൻ പോലും പറ്റില്ല കേട്ടോ. കിടന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്തിട്ട് നമ്മളെ എയറിലിട്ടാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവരെ സമ്മതിക്കണമെന്ന് പറഞ്ഞതാണ്. ഈ കന്യാകുമാരി കടലിൽ ഇവർ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം മലയാളികൾ അങ്ങനെ വരാറില്ലെന്നാണ് ഇവർ പറയണത്. കന്യാകുമാരി കടലിൽ കാരണം ഇവിടുത്തെ റഫിൽ നിൽക്കാനായിട്ട് പറ്റില്ലെന്നാണ് പറയണത്. പിന്നെ അതുപോലെ ഇവർ പറഞ്ഞാണ്ട കേരളത്തിലെ കടലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളമാണ്. പക്ഷെ ഇവിടുത്തെ കടലെന്ന് വെച്ച് കഴിഞ്ഞാൽ റഫ് ടൈം വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണെന്നാണ് പറഞ്ഞത്.
കാരണം ഇവരത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എപ്പോൾ നോക്കിയാലും കാറ്റായിരിക്കുള്ളൂ. അത് മാത്രമല്ല 2-3 കടലുകൾ വന്ന് ഒന്നിക്കണ ഒരു എൻഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കന്യാകുമാരി എന്ന് പറയുന്നത്. നിങ്ങൾ ആ ഒരു മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടുത്തെ നോർമൽ ടൈമിലെ കാറ്റ് നമ്മുടെ കേരളത്തിലെ റഫ് ടൈം പോലെ ഉണ്ട്. അപ്പോൾ ഇവിടെ റഫ് വന്നാലുള്ള കാര്യം ആലോചിച്ച് നോക്കി. അങ്ങനെ അതേ സേമിയവും പഞ്ചസാരയൊക്കെ ഇവിടെ റെഡിയായി കഴിച്ചിട്ടാ അങ്ങനെ ഒരു ഉറക്കവും പാസ്സാക്കി കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു 2.5 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ വല കയറ്റാനായിട്ട് തുടങ്ങി. അപ്പോൾ അതേ റോപ്പ് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്നത്. ഇതുപോലൊരു വീഡിയോ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. കാരണം കടലിൻ്റെ എപ്പോഴും നല്ലൊരു മുഖം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. വേറൊരു ഭയാനകമായൊരു മുഖവും കൂടി ഉണ്ട് കേട്ടോ കടലിന്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മൾ ഈ കാണുന്നത്. ശരിക്കും നമ്മ പറയണ പോലെയല്ല, നിസ്സാര നേരം കൊണ്ടാണ് കടലിലെ സ്വഭാവം തന്നെ മാറുന്നത്. കാറ്റെന്ന് പറയണ സാധനം കടലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷയില്ല, നമുക്ക് നിൽക്കാനും പറ്റില്ല. എന്താ പറയുക, മഴയൊക്കെ പിന്നെയും കുഴപ്പമില്ല, കാറ്റും മഴയും കൂടിയും വന്നാൽ പിന്നെ പറയണ്ട കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഈ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നാളും പോയി ഉള്ള ഒരു എക്സ്പീരിയൻസ് ആയതിൻ്റെ പേരിലാണ്ട് അവരാ പിടിക്കാണ്ടൊക്കെ നിൽക്കണത്. വെയിലെന്ന് പറയുന്ന സാധനം കണ്ടിട്ടില്ല കേട്ടാ. മഴക്കാരിങ്ങനെ മൂടിക്കെട്ടിക്കണ്ടെന്നാല മഴയും പെയ്യണില്ല. നമ്മുടെ കടലിൽ വല പിടിച്ചു കയറ്റാൻ നേരത്ത് കിട്ടുന്നത് ഈ പറഞ്ഞ പോലെ കുപ്പിയും വേസ്റ്റൊക്കെ ആയിരിക്കുള്ളൂ. പക്ഷെ ഇവിടുത്തെ കടലിൽ കണ്ട നല്ല ചെടികൾ, കടൽ ചെടികളും പിന്നെ പവിഴപ്പുറ്റുകളുടെ ചെറിയ ചെറിയ പീസുകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അവര് പറയണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റ് നോക്കാതെയാണ് എപ്പോഴും വന്നേന്നാണ് പറയണത്. ഞാൻ കാറ്റ് എപ്പോഴും കൂടുതലുള്ള സമയത്തായിരിക്കുള്ളൂ ഞാൻ വന്നത്. എന്നാൽ റഫ് ടൈം ആണെങ്കിലും ചരക്കും കിട്ടാറുണ്ടെന്നാണ് പറയണത്. അപ്പോൾ അതെ നമ്മുടെ കോടന്റ് കയറി വന്നിട്ടുണ്ട്. ഇതിനി പൊട്ടിച്ച് കഴിയുമ്പോൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. കൂന്തല്, കിളിമീൻ, ഉണ്ണിമേരി അതുപോലെ പല പല മീനുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഉലുവാച്ചിയൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് തിരിഞ്ഞ് മാറ്റാട്ടാ. തിരിഞ്ഞ് മാറ്റി കഴിയുമ്പോൾ അറിയാം. അപ്പം നേരെ നമുക്ക് സമയമില്ല, അടുത്ത വല വെക്കാനായിട്ട് നേരെ ഓടിപ്പോയിക്കൊണ്ടിരിക്കേണ്ട. ഈ ബ്ലാക്ക് ജേഴ്സി ഇട്ടിക്കണെങ്കിൽ നമ്മുടെ ബോട്ടിന്റെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ സ്രാങ്ക് എന്ന് പറയൂട്ടാ. ഇപ്പൊ ബോട്ട് ഓടിക്കണത് സെക്കൻഡ് സ്രാങ്ക് കണ്ട എന്നെ കടിച്ച ആരല്ലോ പോലത്തെ സാധനമാണ് കാണുന്നത്. ഇപ്പൊ നമുക്ക് കിട്ടിയേക്കണ മീനെല്ലാം തിരിഞ്ഞ് ഓരോരോ കൊട്ടയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കൊട്ടയുണ്ട, ബോക്സ് അല്ല. അപ്പൊ നമ്മുടെ സ്രാങ്കിനൊരു കണക്കുണ്ടാവും. എത്ര കൊട്ടയുണ്ട്, എത്ര കൊട്ടയ്ക്ക് എത്ര രൂപ പോവും, എത്ര രൂപ വിളിക്കും, നമുക്ക് ചെലവിനുള്ളത് കിട്ടിയ, ബാറ്റക്കാശ് എല്ലാനും ഉള്ളത് കിട്ടിയാന്നൊക്കെ പുള്ളിക്കാരൻ അവിടെ നിന്നൊരു ചെറിയൊരു മനക്കണക്ക് പോലും ഇങ്ങനെ കൂട്ടി നോക്കട്ടെ. ഇപ്പൊ നമുക്കൊരു പോയത് വെച്ച് പറയാൻ നേരത്ത് ഇവിടെ എങ്ങനെ പോയി കഴിഞ്ഞാലും നമുക്കിപ്പോ ഒരു 10, 15, 20 കൊട്ടയോളം സ്ക്വിഡ് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇതിന് ഇവിടെ ഒരു കൊട്ടക്ക് വിളിക്കണത് എങ്ങനെ പോയാലും 10 രൂപയോളം ഒരു കൊട്ടക്ക് വിളിക്കോട്ട, 1 രൂപ നേരെ ആയപ്പോൾ. അത് ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമില്ല, ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ കക്കാനായിട്ട് ഇടനിലക്കാർ കള്ളന്മാരൊന്നുമില്ല. ഇവർ പിടിക്കണ മീൻ ഇവർ തന്നെയാണ് പോയി വിൽക്കണത്. അതായത് സ്രാങ്കും അതുപോലെ തന്നെ പണിക്കാരും നേരെ ബോട്ട് കൊണ്ടുപോയി കെട്ടിക്കഴിയുമ്പോൾ നേരെ ചരക്കെടുത്തുകൊണ്ട് പോവുക, നേരെ ഹാർബറിൽ കൊണ്ടുപോയിട്ട് അവിടെ വിൽക്കാൻ നേരത്ത് ആൾക്കാർ വന്ന് വിളിക്കും. ചെറിയ രീതിയിലൊരു വിളിക്കുറവ് വരോട്ടെ, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ കക്കല പിടിക്കലൊന്നും നമ്മുടെ ഈ ഒരു ഇതിലില്ല. കാരണം വേറൊന്നുമല്ല, അത്രയും കഷ്ടപ്പെട്ടാണ് ഇവരെന്നല്ല എല്ലാ മത്സ്യത്തൊഴിലാളികളും അത്രയും കഷ്ടപ്പെട്ട് കടലിനോട് മല്ലടിച്ചാണ് ഓരോ മീനുകളും പിടിച്ച് നേരെ കരയിലേക്ക് വന്നത്. പക്ഷെ അവർക്ക് അതിനനുസരിച്ചുള്ള കൂലി കിട്ടുന്നില്ല എന്നാണ് സത്യം. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ബെറ്ററാണ്. നമ്മുടെ കേരളത്തിനെ വെച്ച് നോക്കാൻ നേരത്ത് അടിപൊളിയാണ് ഇവിടെ. അതായത് ഈ കച്ചവടവും കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് പണിക്കാർക്കും കിട്ടുന്നുണ്ട്, മുതലാളിമാർക്കും കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, ഇവിടെ സിംഗിൾ ഡേ പണിക്കോണ ബോട്ടുകൾ അതിൻ്റെ പേരിൽ മീനുകളൊക്കെ നല്ല വിലക്കാണ് പോണത്. അതായത് ഫ്രഷ് മീനായിരിക്കും, ഒറ്റ ദിവസം കൊണ്ട് പിടിച്ച് കരയിൽ തന്നെയല്ലേ. ഇവിടെ താഴെ നോക്കി 89 ഭാഗം വെള്ളമോളം ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ 89 ഭാഗത്തിനൊന്നുണ്ടെങ്കിൽ ഒരു 5-6 മണിക്കൂറോളം ഓടണം നമ്മൾ. അതാണ് ഇവിടുത്തെ കടലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴക്കടലാണ്. അതെ ബോട്ട് ഡ്രിഫ്റ്റായി പോകണണ്ട, തിരക്കൊപ്പം പോണതിൻ്റെ വലിയ ഡ്രിഫ്റ്റായി പോണേന്ന് കാണുന്നത്. ഒരു ബോട്ടിനെ പൊക്കി എടുത്തിട്ട് കുത്തി മറിച്ചുകൊണ്ട് പോണേണ്ടാകാണ്. നോക്കി അടുത്ത സ്ഥലത്തെത്തി നമ്മൾ നേരെ വല തട്ടിയിട്ട്. അപ്പം ചെറുതായിട്ട് വെയിൽ വന്ന് കണ്ട് നമുക്ക് കിട്ടിയ മീനുകളെല്ലാം തിരിഞ്ഞിരിഞ്ഞ് ഓരോരോ കൊട്ടയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നേരെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കുന്ന പരിപാടിയാണ്. നമുക്ക് കിട്ടിയ കൂന്തലും അതുപോലെ തന്നെ ഉണ്ണിമേരി, പിന്നെ ഉലുവാച്ചി, പിന്നെ കുറച്ച് അയിലേക്ക് ഉണ്ടായിരുന്നു. ഇതെല്ലാം നേരെ സ്റ്റോറിലേക്ക് ഇറക്കി കൊടുക്കണേണ്ട. രണ്ടാമത്തെ വല കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇപ്പൊ തന്നെ സമയം 3 മണി 3:30 ആയിട്ടാ. ഇനി നമുക്ക് വലയിടാനായിട്ടുള്ള സമയമില്ല, ഓടിപ്പോവാനുള്ള ടൈമുള്ളൂ. രണ്ടാമത്തെ വലയുടെ കോടന്റ് കയറി വന്നൊരു കാഴ്ചയുണ്ട് ഈ കാണുന്നത്. പക്ഷെ ഈ വലയിനകത്ത് നമ്മൾ പ്രതീക്ഷിച്ചത് ഇതിനകത്തും സ്ക്വിഡ് ഉണ്ടാവുമെന്നാണ്. പക്ഷെ നമുക്ക് തെറ്റിപ്പോയി. ഈ വലയിനകത്ത് ഒരു കിടിലൻ പേരുള്ള മീനുണ്ട്. അത് നിങ്ങൾ ചരക്ക് പൊട്ടിച്ച് കഴിയുമ്പോൾ മനസ്സിലായിക്കോളൂ. ഏതാണ് മീൻ എന്നറിയണവർ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നോക്കി അപ്പൊ അതെ, ഈ മീനിന്റെ പേരാണ്ട റോമിയോ, വെറൈറ്റി പേരല്ലേ. അങ്ങനെ വലയെല്ലാം എടുത്തു വെച്ച് ഞങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടാ. ഓടാൻ തുടങ്ങുന്ന സമയമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വീൽ ഹൗസിന്റെ ഉള്ളിലാണ്. കാരണം തിരിച്ചു പോകാൻ നേരത്ത് നമ്മ 10-11 നോട്ടിക്കൽ മൈൽ സ്പീഡിലായിരിക്കും പോണത്. അപ്പൊ വലിയ തിരകൾ വരുമ്പോൾ മാത്രം ഒന്ന് സ്ലോ ആക്കി കൊടുക്കും. അല്ലാത്തതിന്റെ മുകളിൽ കൂടെ ചാടിച്ചെടുത്തിട്ട് പോകട്ടെ ശ്രാങ്കം. പുറത്തൊന്നും നിൽക്കാൻ പറ്റില്ല, വെള്ളം വീൽ ഹൗസിന്റെ പൊക്കത്തേക്ക് കൂടിയൊക്കെ ആയിരിക്കും തെറിക്കണത്. അങ്ങനെ പാട്ടെല്ലാം കേട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണെങ്കിൽ അണ്ണനിവിടെ സ്റ്റെപ്പ് ഇട്ട് തുടങ്ങിയിട്ടാ. അതെ റോളിങ്ങിൽ നീങ്ങി വന്നോക്കിയെ കണ്ട. ബോട്ടിന്റെ വീൽ ഹൗസിന്റെ ഉള്ളിലാണെങ്കിൽ പച്ച, ചുമപ്പ, നീല കളറൊക്കെ ലൈറ്റൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി വെച്ചേക്കാണ്. അപ്പൊ എന്തായാലും ഇനി ഏകദേശം ഒരു 10-20 നോട്ടിക്കലോളം ഓടാനുണ്ട്. അപ്പൊ കുറച്ച് പേര് കൈയടിക്കുന്നുണ്ട്, പുള്ളിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുള്ളിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചില സ്റ്റെപ്പുകളൊക്കെ ഇട്ട് ഇങ്ങനെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. രണ്ടുപേരും മാറി മാറി കൊടുക്കുന്നുണ്ട്. ഫോണിലാണ് അപ്പൊ ഈ പാട്ട് വെച്ചേക്കുന്നത്.
പറയാതിരിക്കാൻ വയ്യട്ടാ, എല്ലാവരും നല്ല ആളുകളാണ് ട്ടാ. നല്ല എൻജോയ്മെന്റും അതുപോലെ തന്നെ എന്താ പറയാ, നല്ല സ്നേഹമാണ്. നമ്മളെ നന്നായിട്ട് കെയർ ഒക്കെ ചെയ്യോട്ടെ കടലിലൊക്കെ നിൽക്കാൻ നേരത്ത്. അങ്ങനെ നമ്മൾ കര കണ്ടു തുടങ്ങിയിട്ടാ. അപ്പൊ ഇനിയും ഓടാനുണ്ട്. അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ബോട്ടുകൾ ഓടിക്കയറുണ്ട്. അങ്ങ് ദൂരെയായിട്ട് വിവേകാനന്ദ പാറ ഉണ്ടാ കാണുന്നത്. ഹാർബർ എത്തുന്നതിന് മുന്നേ നമ്മൾ സ്റ്റോറിൽ നിന്ന് പിടിച്ച മീനുകളെല്ലാം നേരെ മുകളിലേക്ക് കയറ്റി വെക്കോട്ടെ. കാരണം ഹാർബർ എത്തി അപ്പം തന്നെ നേരെ കയറ്റി വണ്ടിയിൽ കയറ്റാ നേരെ നമ്മ പോയി ലേലം ചെയ്യണം. വേറെ വെയിറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയ കണവയെ തന്നെ ഫസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയ മീനുകളായിട്ട് നേരെ ഒരു ഏസിനകത്ത് പോയിട്ട് അവിടെ ലേലം ചെയ്യാനായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി കാണുന്നത്. ഇത് നോക്കിയ നിങ്ങൾ എന്തോരം ജനങ്ങളാണെന്ന്. രാത്രി 12 മണി 1 മണി വരെ എന്തോണ് ലേലം വിളി ഉള്ളതാണ്. നമുക്ക് കിട്ടിയ മീനുകളെല്ലാം വിറ്റിട്ടാ. ഞാൻ പറഞ്ഞില്ലേ സ്ക്വിഡിനായിരുന്നു വില കൂടുതൽ. ആദ്യത്തെ വലയിൽ നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടിയതിന്റെ വലിയ രക്ഷപ്പെട്ട്. അപ്പൊ മറ്റന്നാളത്തേക്ക് പോകാനുള്ള ഡീസൽ ഇവിടെ സുർജിത ടാങ്കിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കണേണ്ട കാണുന്നത്. ഏകദേശം 2,77,000 രൂപയുടെ പണി നമുക്കുണ്ടായിരുന്നു. 1.30 ചിലവുള്ളൂ കേട്ടാ. ബാറ്റ പൈസ മാത്രമേ ഡെയിലി ഇവർ വാങ്ങാറുള്ളൂ. ഷെയർ എല്ലാം ആഴ്ചയിലാണ് ഇവർ വീതിക്കണേ കേട്ടാ. അപ്പൊ വീഡിയോയിലൂടെ കടലിൽ പോയി വന്നവർ എത്ര പേരുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ടാറ്റ എല്ലാം കൊടുത്ത് ഞങ്ങൾ നേരെ റൂമിലേക്ക് ഇട്ടാ. വീണ്ടും ഒരു കിടിലൻ കിടുക്കാച്ചി വീഡിയോ ഇട്ട് നമുക്ക് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക. ഓക്കെ, ടാറ്റ.